നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. എല്ലാവരും പ്രാർത്ഥിച്ച്, നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്നവർ, ഈ വചനം കാണുന്നവർ, കേൾക്കുന്നവർ, അയച്ചു കൊടുക്കുന്നവർ, ഈ വചനത്തിൽ പങ്കാളികളാകുന്നവർ, ശുശ്രൂഷയിൽ ഒപ്പം നിൽക്കുന്നവർ, ഇപ്പോൾ ഈ സമയത്ത് ഈ വചനം കേൾക്കുന്നവർ, ഈ ആലയത്തിൽ ഇരുന്നുകൊണ്ട് ഈ വചനം കേൾക്കുന്നവർ, കൗൺസിലിങ്ങിന് ഇരുന്നുകൊണ്ട് വചനം കേൾക്കുന്നവർ, വാഹനത്തിലിരുന്ന് വചനം കേൾക്കുന്നവർ, നിങ്ങളുടെ നിയോഗത്തെ ദൈവം സാധിച്ചു തരട്ടെ. ഈ ആലയത്തിലെ 7 ആശീർവാദത്തോടെയുള്ള ദിവികാരനെ പ്രദക്ഷിണം അനുഗ്രഹമാണ്. മഞ്ഞുപോലെ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ ഉരുകുന്ന പ്രാർത്ഥന ഏതൊക്കെ? കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നത്, ധ്യാന ചാപ്പലിൽ മുട്ടിലടഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നത്, വചനം കേൾക്കുന്നത്, വചനത്തിൻ്റെ മിന്നൽ പിണർ സ്വീകരിക്കുന്നത്, പർവ്വതം കണക്കുള്ള പ്രയാസങ്ങൾ പോലും മെഴുകുപോലെ ഉരുകാനിടയാകും. ശുശ്രൂഷയെ തന്നതിന്, ഈ സ്ഥലം ഒരുക്കിയതിന്, ദൈവഭവനമാക്കുന്നതിന്, ദൈവ സാന്നിധ്യത്തെ നിറച്ചതിന്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരിടമായി മാറിയതിന് നന്ദി പറയുകയാണ്. ഈ സ്ഥലത്തെ കയറി വരുന്ന വഴികളെ, 4 അതിരുകളെ, ദേശത്തെ എല്ലാം അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറി നിങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ വരും. അനുഗ്രഹിയിലെ കൈ വിരിച്ചു പിടിച്ചിരിക്കുന്ന യേശുവിൻ്റെ ആ കൈകൾക്കുള്ളിൽ നിന്ന് ഒരു സാക്ഷ്യം പറയാനിട വരും. അനുഗ്രഹിയിലെ കൈ വിരിച്ചു പിടിച്ചിരിക്കുന്ന യേശുവിൻ്റെ കൈകൾക്കുള്ളിൽ നിന്ന് ഈ ആലയത്തിൽ വരുന്നവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാകട്ടോ. അത് നേർച്ച നേർന്നുള്ള പ്രാർത്ഥന, പണമല്ല കേട്ടോ നേർച്ച. സാക്ഷ്യം പറയും, ദൈവമഹത്വത്തിനായി ഒരു സാക്ഷ്യം പറയുമെന്നുള്ളതാണ് നേർച്ച. നിങ്ങൾ എവിടെയാണോ, ഇവിടെയാണോ, ദൂരെയാണോ, പ്രാർത്ഥിച്ചേ. അനുഗ്രഹിയിലെ കൈ വിരിച്ചു പിടിച്ചിരിക്കുന്ന യേശുവിൻ്റെ ആ കൈകൾക്കുള്ളിൽ നിന്ന് ഒരു സാക്ഷ്യം പറയാൻ ഇടയാകണമെന്ന് നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചേ. അതൊരനുഗ്രഹവും ഒരു സാക്ഷ്യവുമായിട്ട് ഇവിടെ വരും. ദൈവം അനുഗ്രഹിച്ചോളും. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധം ഞങ്ങളെ സൂക്ഷിക്കണം. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും തരണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന പറയട്ടെ. ഒരു ദോഷവും വരികയില്ല, ഒരു തിന്മയും എനിക്ക് വരില്ല, ഒരനർത്ഥവും വരില്ല. എൻ്റെ ദൈവത്തിൽ ഞാനത് വിശ്വസിക്കുന്നു. യേശുവേ, ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച്, അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിൽ നയിക്കണമേ. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സത്യം എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഇന്നിവിടെയുള്ള പ്രാർത്ഥനകളിൽ നിങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കും. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.